സൗണ്ട് ലൈറ്റ് കേൾക്കുന്നവരെ ഗവൺമെന്റ് അത് അനുവദിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? സൗണ്ട് ലൈറ്റ് അതിന്റെ ഓഫീസുള്ളവരാണല്ലോ വരുള്ളൂ. അപ്പൊ അവര് ഓഫീസിലുള്ള ആളുകൾ ഈ വിദ്യാഭ്യാസ വകുപ്പിനും ഗതാഗത വകുപ്പും കൂടി കൃത്യമായി പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ വരില്ലല്ലോ, പെർമിഷൻ കൊടുക്കില്ലേ? സൗണ്ട് ലൈറ്റ് കേൾക്കുന്ന ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഭയങ്കര ഭീമമായ പൈസ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് മെയിൻ ആയിട്ട് സൗണ്ട് ലൈറ്റിന് എതിര് നിൽക്കുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്നറിയോ? ബോഡി കോഡിൽ നിഷ്കർഷിച്ചിരിക്കുന്ന അല്ലാത്ത വയർ കട്ടിങ്ങും കാര്യങ്ങളും വരുമ്പോൾ ബസ്സിൽ ഫയർ വരാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിനെ എതിരുന്നത്. പക്ഷെ അതിന് നമുക്കൊരു ലൈസൻസ്ഡ് ഏജൻസികളെ, നിലവിലുള്ള ഏജൻസികൾക്ക് ലൈസൻസ് എടുക്കുകയോ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറോ എഞ്ചിനീയറിംഗ് ഉള്ള ആളുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന തരത്തിലേക്ക് ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഈ 2 ദിവസം ഏതെങ്കിലും ഒരുത്തിന്റെ കൂടെ പോയി നിന്ന് 3-ാമത്തെ ദിവസം ആചാര്യനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ക്യാമറ അടിക്കാനും വർക്ക് സ്പീക്കർ ബോക്സ് അടിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഇതെല്ലാം ഒഴിവാക്കി കിട്ടും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് സിസ്റ്റം വണ്ടിയിൽ ആൾട്രേഷൻ വർക്കുകൾ നിയമവിധേയമാണെങ്കിൽ അത് ചെയ്യുന്ന ഏജൻസികൾ ലൈസൻസ്ഡ് ആയിരിക്കണം. അപ്പോഴേ നമുക്ക് ഇത് നിയമവിധേയമാക്കാൻ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. ഫയർ യൂറോ സെക്ഷന്റെ ഫയർ